ഈ ഒരു ഒറ്റ ഐറ്റം സ്കൂളിലേക്ക് കൊടുത്തു വിട്ടാൽ മക്കൾ തിരിച്ചു വരുമ്പോൾ അമ്മ ഇതൊരു ഇടിവെട്ട് ലഞ്ച് ബോക്സ് ആയിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയും കേട്ടോ. അത്രയ്ക്ക് പൊളി ഐറ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു പാനിലോട്ട് ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഒരു സവാള, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏതൊക്കെ വെജീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 2-3 മുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ടയിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി അതൊന്ന് ഡ്രൈ ആവുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജിൽ നമുക്ക് 1 കപ്പ് റൈസ്, കുറച്ച് ഹോൾ സ്പൈസസും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തത് കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം മിക്സ് ആക്കി കൊടുക്കാനായിട്ട്. ഉടഞ്ഞു പോകാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി തൂവി കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി തൂവി കൊടുത്താൽ നമ്മുടെ ഇടിവിട്ട് ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ ഉള്ള ചേരുവകൾ വെച്ചിട്ട് സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ടാറ്റാ ബൈ ബൈ, സീ യു.